ടേംസ് ഓഫ് സർവീസും പ്രൈവസി പോളിസിയും വായിച്ചു നോക്കാതെ എന്ത് ഇന്റർനെറ്റ് സേവനങ്ങളും ഉപയോഗിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ പ്രൈവസി പോളിസിയെപ്പറ്റി ആശങ്കയുണ്ടോ? ചക്ക ഏതാ മാങ്ങ ഏതാ എന്നറിയാതെ മാധ്യമങ്ങൾ, സ്വയം പ്രഖ്യാപിത ടെക് വിദഗ്ധർ, സോഷ്യൽ മീഡിയ ചാനലുകൾ, പ്രൈവസി തലയ്ക്ക് പിടിച്ചവർ ഒക്കെ പറയുന്നത് കേട്ട് കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണോ? എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണോ? വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യണോ? എങ്കിൽ ആശങ്കപ്പെടാൻ തക്ക ഒന്നും തന്നെ ഇതിലില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. വാട്സാപ്പിലൂടെ നിങ്ങൾ അയക്കുന്ന എല്ലാ വിവരങ്ങളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അതായത് വിവരങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ അയക്കുന്ന വ്യക്തികൾക്കും മാത്രമേ വായിക്കാൻ കഴിയൂ. ഇതിൽ ടെക്സ്റ്റ് മെസ്സേജ്, ഇമേജസ്, വീഡിയോസ് എല്ലാം ഉൾപ്പെടും. വാട്സാപ്പിനോ ഫേസ്ബുക്കിനോ ഇവ കാണുവാനോ വായിക്കുവാനോ കഴിയില്ല. വാട്സാപ്പ് ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. ഇൻസ്റ്റാഗ്രാമും മെസഞ്ചറും അവരുടേതാണ്. ഇപ്പറഞ്ഞ എല്ലാ സർവീസുകളും പരസ്പരം ബന്ധിപ്പിച്ച് ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായ മാറ്റങ്ങളാണ് വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ പ്രൈവസി അപ്ഡേറ്റിൽ ഉള്ളത്. അല്ലാതെ ഫേസ്ബുക്കിന് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ചോർത്താനുള്ളതല്ല. നിങ്ങൾ ഫേസ്ബുക്ക്, മെസഞ്ചർ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്ന എല്ലാ ഡേറ്റയും ഫേസ്ബുക്കിന്റെ തന്നെ കമ്പ്യൂട്ടറിൽ അഥവാ സെർവറിലാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമാണ് ആ വിവരങ്ങളുടെ അവകാശം. ഫേസ്ബുക്കിന് വിവരങ്ങൾ സൂക്ഷിക്കാനും മറ്റ് സർവീസുകളുമായി കൈമാറാനുമുള്ള അധികാരം നിങ്ങൾ എല്ലാവരും ടേംസ് ഓഫ് സർവീസ് വായിക്കാതെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. വാട്സാപ്പിന്റെ കാര്യത്തിൽ മെസ്സേജുകൾ അവ ഡെലിവർ ചെയ്യുന്നതുവരെ മാത്രമാണ് അവരുടെ സെർവറിൽ സൂക്ഷിക്കുക, എൻക്രിപ്റ്റഡ് ആയി. നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെസഞ്ചർ എന്നിവ നിലവിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾ നിലവിൽ നൽകുന്ന എല്ലാ വിവരങ്ങളും മാത്രമേ ഇനിയും അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ആർക്കും കാണുവാനോ വായിക്കുവാനോ ഡൗൺലോഡ് ചെയ്യുവാനോ വിൽക്കുവാനോ കഴിയില്ല. അത് ഉറപ്പുവരുത്തുന്ന ശക്തമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിലാണ് ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില വിവരങ്ങൾ നിയമപരമായി തന്നെ ഇത്തരം കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണവ? അതിനു മുൻപ് എന്തിനാണ് അത്തരം വിവരങ്ങളെന്ന് നോക്കാം. എല്ലാ ബിസിനസ്സുകളും ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ബിസിനസ്സുകൾ വളരുന്നതും കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലാഭമുണ്ടാക്കുന്നതിലൂടെയാണ് മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും സുഖ സൗകര്യങ്ങളും അങ്ങനെ ഉണ്ടായതാണ്. അതിനുവേണ്ടി നിങ്ങൾ പണം മുടക്കുന്നു. എന്നാൽ മുൻപ് പറഞ്ഞ എല്ലാ സേവനങ്ങളും ഫേസ്ബുക്ക്, മെസഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്നിവ സൗജന്യമായാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പണം മുടക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത്തരം ബിസിനസ്സുകൾ ലാഭമുണ്ടാക്കുന്നത്? അതിനുത്തരം പരസ്യങ്ങളാണ്. നിങ്ങൾ ഒരു ഉപഭോക്താവാണ്. ഓരോ തവണയും പരസ്യങ്ങൾ കണ്ടാണ് നിങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നത്. ഓരോ ബിസിനസ്സുകളും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിനാണ് പരസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. പരസ്യങ്ങളില്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങളെപ്പറ്റി നിങ്ങൾ ആരും അറിയില്ല. പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന ബിസിനസ്സുകൾക്ക് സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി പരസ്യങ്ങൾ നൽകാൻ കഴിയും. അതിനായി പരസ്യം നൽകുന്ന കമ്പനികളിൽ നിന്നും സോഷ്യൽ മീഡിയ കമ്പനികൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ എക്സെട്ര പണം ഈടാക്കും. അങ്ങനെയാണ് അവർ ലാഭമുണ്ടാക്കുന്നത്. എന്നാൽ കോടിക്കണക്കിന് ഉപഭോക്താക്കളിൽ ആർക്കൊക്കെ എന്തൊക്കെ പരസ്യങ്ങൾ കാണിക്കണം എന്നത് തീരുമാനിക്കേണ്ടതുണ്ട്. പത്രത്തിൽ പരസ്യം കാണുന്നത് പോലെ അല്ല അത്. നിങ്ങൾക്ക് താൽപര്യമുള്ള ഉൽപ്പന്നങ്ങളുടെ മാത്രം പരസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി ആ താൽപര്യങ്ങൾ എന്താണെന്ന് അറിയണം. അതിനുള്ള വിവരങ്ങളാണ് മെറ്റാഡേറ്റ ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾ നിയമപരമായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഓൺലൈനായി വാങ്ങിയ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി, ഫോൺ മോഡൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റർ തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം വിവരങ്ങൾ നിങ്ങളെ വ്യക്തിപരമായി തിരിച്ചറിയാൻ പറ്റാത്തവയാകും. പകരം നിങ്ങൾക്ക് ഒരു സവിശേഷ നമ്പറോ കോഡോ ആയിരിക്കും ഉണ്ടാവുക. അതായത് പരസ്യങ്ങൾ നൽകുന്ന ബിസിനസ്സുകൾക്ക് നിങ്ങൾ ആരാണെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല എന്നർത്ഥം. നിങ്ങൾ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളെ അറിയാൻ പറ്റുക. അതുവഴി ബിസിനസ്സുകൾക്ക് നിങ്ങളെ ബന്ധപ്പെടാനും ഉൽപ്പന്നങ്ങളെപ്പറ്റി അറിയിക്കാനും കഴിയുന്നു. ഇത്തരം വിവരങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, അഥവാ കമ്പ്യൂട്ടർ അൽഗോരിതംസ്, ആളുകളല്ല. പരസ്യങ്ങൾ വഴി പുതിയ ഉൽപ്പന്നങ്ങൾ നിങ്ങളിൽ എത്തിക്കുകയും അത് വിൽക്കുന്നതിലൂടെ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ബിസിനസ്സുകളുടെയും ലക്ഷ്യം.
അല്ലാതെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് വായിച്ച് ചിരിക്കാനും കരയാനുമല്ല. ഇന്റർനെറ്റിൽ നിങ്ങൾ കൈമാറ്റം ചെയ്ത എല്ലാ വിവരങ്ങളും ഓരോ സെർവറുകളിൽ ലോകത്തിൽ പല ഭാഗത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവ ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഓരോ രാജ്യത്തെയും നിയമങ്ങൾ ആണ് നിങ്ങൾക്ക് ആ സേവനങ്ങളിൽ വിശ്വാസ്യത അഥവാ ട്രസ്റ്റ് ഉണ്ടാകേണ്ടത്. ഇന്റർനെറ്റിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരം വിശ്വാസ്യതയിൽ അധിഷ്ഠിതമാണ്. അത്തരം നിയമങ്ങൾ പാലിച്ചാണ് ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ പണം കൊടുക്കുന്ന സേവനങ്ങളായാലും ഇതുതന്നെയാണ് ബാധകം. നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനാണ് സാങ്കേതിക വിദ്യ നാം ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡേറ്റയ്ക്ക് അതിൽ വളരെ വലിയ പങ്കുണ്ട്. ATM നിയർ മീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അടുത്തുള്ള ATM കാണുന്നത് അത്തരം സാങ്കേതിക വിദ്യ നിങ്ങളുടെ വിവരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു വിവരവും ആരും ഉപയോഗിക്കരുത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. FAQ: എന്ത് തരം എൻക്രിപ്ഷൻ ആണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്? ഓപ്പൺ വിസ്പർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത സിഗ്നൽ പ്രോട്ടോകോൾ ആണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. സിഗ്നൽ എന്ന മെസ്സഞ്ചർ ആപ്പും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് സിഗ്നൽ ഉപയോഗിച്ചാലും വാട്സാപ്പ് ഉപയോഗിച്ചാലും ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. എന്തൊക്കെയാണ് വാട്സാപ്പ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജസ്, ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, ഓഡിയോ, ഗ്രൂപ്പ് മെസ്സേജസ്, കോൾ, സ്റ്റാറ്റസ്, പിന്നെ ലൈവ് ലൊക്കേഷൻ. വാട്സാപ്പിന്റെ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജ് വാട്സാപ്പിനോ ഫേസ്ബുക്കിനോ വായിക്കാൻ കഴിയുമോ? ഇല്ല. ഡീക്രിപ്ഷൻ ചെയ്യാനുള്ള കീ, എൻക്രിപ്ഷൻ അഥവാ ഡീക്രിപ്ഷൻ കീ നിങ്ങളുടെ ഫോണിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഗവൺമെന്റുകൾക്കും പോലീസിനും നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ് വായിക്കാൻ കഴിയുമോ? ഇല്ല. മൂന്നാമതൊരാൾക്ക് വാട്സാപ്പ് മെസ്സേജ് വായിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്ത വ്യക്തിയുടെ ഫോൺ കണക്ട് ചെയ്ത് അക്കൌണ്ട്സ് എന്നിവ നേരിട്ട് പരിശോധിക്കുകയാണെങ്കിൽ മെസ്സേജസ് അവർക്ക് വായിക്കാൻ കഴിഞ്ഞേക്കാം. രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ആശയവിനിമയം മൂന്നാമതൊരാൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. നിങ്ങളുടെ ഫോണിൽ എത്തിക്കഴിഞ്ഞ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നിയമപരമായി ആവശ്യപ്പെട്ടാൽ വാട്സാപ്പിന് വിവരങ്ങൾ നൽകേണ്ടി വരില്ലേ? വരും. പക്ഷേ അതിൽ എൻക്രിപ്റ്റഡ് മെസ്സേജസ് ഉണ്ടാകില്ല. കാരണം വാട്സാപ്പ് ഡെലിവർ ചെയ്ത മെസ്സേജസ് അവരുടെ സെർവറിൽ നിന്നും നീക്കം ചെയ്യും. ഡെലിവർ ചെയ്യാത്ത മെസ്സേജസ് 30 ദിവസത്തിന് ശേഷവും. നിയമപരമായി ആവശ്യപ്പെട്ടാൽ എന്തൊക്കെ വിവരങ്ങൾ വാട്സാപ്പിന് കൈമാറാൻ കഴിയും? നിങ്ങളുടെ ആപ്പ് ഉപയോഗക്രമം, രജിസ്റ്റർ ചെയ്ത സമയം, സെറ്റിംഗ്സ്, DP, എബൌട്ട് മെസ്സേജ്, ലാസ്റ്റ് ആക്റ്റീവ് ആയ സമയം, IP അഡ്രസ്, കോണ്ടാക്ട്സ്, ചിലപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളും. ഇവയെ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നു. എന്തൊക്കെ തരത്തിൽ വാട്സാപ്പ് ഡേറ്റ ചോർത്താം? നിങ്ങളുടെയോ നിങ്ങൾ ചാറ്റ് ചെയ്ത ആളുടെയോ ഫോൺ നേരിട്ട് ആക്സസ് ചെയ്യുന്നതിലൂടെ. നിങ്ങളുടെ മെസ്സേജസ് ടാപ്പ് ചെയ്യാനുള്ള ട്രോജൻ അഥവാ ഹിഡൻ ആപ്സ്, ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ബാക്കപ്സ്, ഗൂഗിൾ ഡ്രൈവ് എക്സെട്ര, സ്ക്രീൻഷോട്ട്സ്, ഇമെയിൽ ചാറ്റ് എന്നിവയിലൂടെ. നിങ്ങൾ വാട്സാപ്പിൽ മറ്റൊരാളുമായി ചാറ്റ് ചെയ്ത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഉടൻ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കാണാറുണ്ടല്ലോ. വാട്സാപ്പ് മെസ്സേജസ് വായിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? വാട്സാപ്പ് മാത്രമല്ല നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനും മതിയായ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നിരീക്ഷിക്കാനും മറ്റ് ആപ്പുകൾക്ക് കഴിയും. ഉദാഹരണം, നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ലഭിക്കുന്നു. ഇത് തടയുന്നതിനായി പ്ലേ സ്റ്റോറിൽ ലഭ്യമായ വിശ്വസ്തതയുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നവ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിലും യുക്തിപരമായി അവയെ വിശകലനം ചെയ്യുന്നതിനും നമുക്കുള്ള അവജ്ഞയാണ് ഇത്തരം ഊഹാപോഹങ്ങളിലേക്കും ഭയത്തിലേക്കും നയിക്കുന്നത്. ടേംസ് ഓഫ് യൂസ് വായിക്കാതെ എഗ്രി നെക്സ്റ്റ് അടിച്ച് പോകുന്നവരാണ് എല്ലാവരും. എല്ലാവർക്കും ടേംസ് ഓഫ് സർവീസ് വായിച്ചു മനസ്സിലാക്കാനും കഴിയില്ല. ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികൾ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന് ബാധകമല്ല. നമുക്ക് അവരുടെ അത്ര ശക്തമായ നിയമങ്ങളുമില്ല.
എന്തിന് ടേംസ് ഓഫ് സർവീസ് പ്രാദേശിക ഭാഷയിൽ കൂടി ലഭ്യമാക്കാനുള്ള നിർദ്ദേശം പോലും നമ്മുടെ ഗവൺമെന്റുകൾ ഇത്തരം വലിയ കമ്പനികൾക്ക് നൽകാറില്ല.